സീരിയൽ നടൻ സ്റ്റെബിൻ ജേക്കബ് സീരിയൽ സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോയി. ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസിലെ തമ്മിൽ തമ്മിൽ എന്ന ടോക്ക് ഷോയിലാണ് സ്റ്റെബിൻ ജേക്കബ് ഇക്കാര്യം പറഞ്ഞത്. അതായത് ഇപ്രാവശ്യത്തെ തമ്മിൽ തമ്മിൽ എന്ന ടോക്ക് ഷോയിൽ സീരിയലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പം അതിനകത്താണ് ഇപ്പോൾ ഉള്ള സീരിയലുകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ സ്റ്റെബിൻ ജേക്കബ് തൻ്റെ ഈ ഒരു ഇറങ്ങിപ്പോയ കാര്യം കൂടെ വെളിപ്പെടുത്തിയത്. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ സീരിയലുകളിലെ അമ്മായിയമ്മപ്പോരും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് പറഞ്ഞത്. കാരണം ഇതിനകത്തുള്ള പല വിഷയങ്ങൾ, സീരിയലുണ്ടാകുന്ന പല വിഷയങ്ങളെ പറ്റിയും തനിക്ക് എതിർപ്പുണ്ട്. അതായത് കഥാകൃത്തിൻ്റെ ഈ കഥയിലാണെങ്കിലും ഡയലോഗ്സിലാണെങ്കിലും എതിർപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ അത് മാറ്റാനും മറ്റുമായിട്ട് സംവിധായകരോട് സംസാരിക്കാറുണ്ട്. ചില സമയത്ത് അവർ എന്താ പറയുക, തിരുത്തി പറയാൻ വേണ്ടി സമ്മതിക്കും, ചിലവർ അതിന് സമ്മതിക്കില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ താൻ സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ് സ്റ്റെബിൻ ഈ 24 ന്യൂസിലെ ഈ പ്രോഗ്രാമിൽ പറയുണ്ടായത്. ഇപ്പോൾ ഉള്ള പല സീരിയലുകളിലും ഇപ്പം റേറ്റിങ്ങിനെ പറ്റിയാണെങ്കിൽ അവരവിടെ സംസാരിക്കുന്നുണ്ട്. റേറ്റിംഗ് ഇപ്പം വെബ് സീരീസ് പോലുള്ള എന്താ പറയുക, അമ്മായിയമ്മപ്പൂര് വിട്ടിട്ടുള്ള സീരിയലുകൾക്ക് എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളാണ് സമ്മതിക്കാത്തതെന്നാണ് സീരിയൽ താരങ്ങൾ തന്നെ പറയുന്നത്. കാരണം ജനങ്ങൾക്ക് അതൊന്നും വേണ്ട, അവർക്ക് ഈ അമ്മായിയമ്മപ്പൂരും കാര്യങ്ങളും തന്നെ മതി. അങ്ങനെയുള്ള സീരിയലുകൾക്കാണ് റേറ്റിംഗ് കൂടുതൽ. ഈ വെബ് സീരീസ് മോഡലുള്ള സീരിയലൊക്കെ ചെയ്യുമ്പോൾ റേറ്റിംഗ് ഇല്ല. ഈ അമ്മായിയമ്മപ്പൂരും കാര്യങ്ങളും മതി, TRP അങ്ങനെയുള്ള സീരിയലുകൾക്കാണ്. അപ്പം എന്താ പറയുക, ഈ സംവിധായകരും കഥാകൃത്തൊക്കെ അത്തരത്തിലുള്ള സീരിയലുകൾ എടുക്കാനാണ് നിർബന്ധിതരാകുന്നത് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചില സീരിയലുകളൊക്കെ മോശമാകാൻ കാരണം ഈ ചാനലിൻ്റെ ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. എക്സാമ്പിളായിട്ട് മഴവിൽ മനോരമയിലെ സീരിയൽ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ മഴവിൽ മനോരമയിലെ സീരിയലുകൾ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ മഞ്ഞുരുകും കാലം, ഭ്രമണം പോലുള്ള നല്ല സീരിയലുകളും മഴവിൽ മനോരമയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ മഴവിൽ മനോരമയിലെ പല സീരിയലുകളും തുടക്കം നന്നായിരിക്കും, പക്ഷേ പിന്നീട് പല സമയത്തും അതിനകത്ത് ചാനലിൻ്റെ ഇടപെടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് കഥയൊക്കെ എവിടെയൊക്കെയോ എത്തിപ്പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അത് നിർത്തും. അതിന് ഉദാഹരണം, ഞാൻ കണ്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ അശ്വതി ഇവർ അഭിനയിച്ച മഴവിൽ മനോരമയിൽ എന്നും സമ്മതം എന്ന് പറയുന്ന സീരിയലാണ്. അതും ഈ പറയുന്ന പോലെ മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു നോവൽ സീരിയലാക്കിയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ നോവലിലുള്ളതിൻ്റെ എന്താ പറയുക, 7 അയലത്ത് പോലും വരില്ല ഈ സീരിയലിനകത്ത് അവർ ചെയ്തു വെച്ചത്. സീരിയൽ വേറെ ഏതോ വഴി പോയി, എങ്ങനെയോ നിർത്തി. നോവലിൽ നല്ല രീതിയിൽ പോയൊരു സംഭവം സീരിയൽ വന്നപ്പോൾ ഏതോ വഴി ചാനലിലെ ഇടപെടലിലും കാര്യങ്ങളും കൊണ്ട് ഏതോ വഴി എവിടെയോ എത്തി. അങ്ങനെയാണ് മഴവിൽ മനോരമയിലെ പല സീരിയലുകളും അങ്ങനെയാണ്. തുടങ്ങുമ്പോൾ നല്ലതായിരിക്കും, പിന്നീട് എന്തൊക്കെയോ ആവും. ഇപ്പം നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ സീരിയലുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് പത്തരമായിട്ടെന്ന് പറയുന്ന സീരിയലിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ, അതിൻ്റെ കഥ തന്നെ നമുക്കറിയാം എന്താണ്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതേസമയം മഴതോറും മുൻപേ എന്ന് പറഞ്ഞ സീരിയലിന് റേറ്റിംഗ് ഇല്ല. അതാണ് പറഞ്ഞത്. നല്ല സീരിയലുകളിന് റേറ്റിംഗ് കുറവും, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അമ്മായിയമ്മപ്പോരും അങ്ങനെ ഉള്ള സീരിയലുകൾക്ക് റേറ്റിംഗ് കൂടുതലുമായിരിക്കും. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഹോട്ട്സ്റ്റാറിലൊരു മൂവി കാണാനിടയായി. തെലുങ്ക് മൂവിയാണ്. നമ്മുടെ ഫിലിം ആക്ട്രസ് സാമന്ത പ്രൊഡ്യൂസ് ചെയ്ത ഒരു മൂവിയാണ് ശുഭം എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു സീരിയലിനെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി ഫിലിമാണ്. 1.25 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ ഉള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ സീരിയലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം പല സീരിയലുകളും എന്താ പറയുക, മെഗാ പരമ്പരകളായിട്ട് എപ്പിസോഡുകൾ ഇങ്ങനെ നീണ്ടു പോകുമ്പം ഈ സീരിയൽ കണ്ടുകൊണ്ടിരുന്നവർ ലാസ്റ്റ് മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ സീരിയൽ കണ്ടുകൊണ്ടിരുന്നവർ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡ് കാണാൻ പറ്റാതെ ഇവർ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക, കുഴിയിൽ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവർ പ്രേതമായി തിരിച്ചു വന്നിട്ട് ഈ സീരിയലിൻ്റെ ക്ലൈമാക്സ് കാണണമെന്ന് വിചാരിച്ചാലോ? അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ശുഭം എന്ന് പറയുന്ന ഒരു മൂവി പോകുന്നത്. അത് കറക്റ്റും ആ ഒരു 9 മണി ആ ഒരു സീരിയലിൻ്റെ ടൈം ആകുമ്പം ഈ പറയുന്ന പ്രേതങ്ങൾ ഇത് കാണാൻ പറ്റാതെ, ഈ സീരിയലിൻ്റെ ക്ലൈമാക്സ് കാണാൻ പറ്റാതെ മരിച്ചുപോയ പ്രേതങ്ങൾ അവിടെയുള്ള മരുമക്കളുടെ ശരീരത്തിൽ വരുന്നു. എന്നിട്ട് ഈ സീരിയൽ കാണുന്നു. ഇപ്പോൾ സീരിയൽ കാണാൻ പറ്റിയില്ല, കാണാൻ ഈ ഭർത്താക്കന്മാർ വിടുന്നില്ല, അല്ലെങ്കിൽ കറണ്ട് പോകുന്നു. ഇങ്ങനെയുള്ളതൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര വയലൻ്റ് ആവും. ഈ പ്രേതങ്ങൾ ഭയങ്കര വയലൻ്റ് ആവും. ലാസ്റ്റ് പിന്നീട് ഈ ഭർത്താക്കന്മാർ ഇതിനൊരു സൊല്യൂഷനായിട്ട് ഈ സീരിയൽ
എന്താ പറയുക, ഇവർ തന്നെ സ്വന്തമായിട്ട് സീരിയലിൻ്റെ എപ്പിസോഡ് എടുത്ത് വേറെ കേബിൾ മാർഗത്തിൽ ടെലികാസ്റ്റ് ചെയ്ത് അത് സീരിയലിനൊരു എൻഡ് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ എൻഡ് ആയപ്പോഴാണ് ഈ പ്രേതങ്ങൾ ഈ ശരീരം വിട്ടു പോകുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫിലിമിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതും ഈ സീരിയലുകളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഫിലിമാണ്. അതുമാത്രമല്ല, ഇപ്പം സീരിയലുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ടീനേജേഴ്സ് ആണെന്ന് പറയാം. കാരണം പല സീരിയലിൻ്റെയും യൂട്യൂബ് കമൻസിൻ്റെ താഴെ വരുന്നത് എന്താ പറയുക, ഇവരുടെ ഒരു ലവ് സീൻസ് കാണണം എന്നുള്ളതാണ് അധികം കമൻറ്റ്സ് വരുന്നത്. ഇപ്പം സീരിയലിനകത്ത് എപ്പോഴും നമുക്കിപ്പോൾ ഒരു ജോഡി പെയറിൻ്റെ ലവ് സീൻസ് കാണിക്കാൻ പറ്റൂലല്ലോ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ എടുക്കാം, മഴ തോരും മുമ്പേ അതിനകത്ത് നികിതയും അതായത് അലീനയും മണിശങ്കറുമായിട്ടുള്ള ലവ് സീൻസ്, കോംബോ സീൻസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിരന്തരം അതിനകത്ത് കമൻറ്റ്സ് കാണിക്കുന്നത്. അപ്പം കഥ ഒരു സീരിയസ് പാർട്ടിലോട്ട് പോകുമ്പോഴും ഇവർക്ക് കാണേണ്ടത് എന്താ പറയുക, ഇവരുടെ ഒരു കോംബോ സീൻസാണ്. അപ്പം ഇങ്ങനെ എന്താ പറയുക, ലവ് സീൻസ് കാണണം, കോംബോ സീൻസ് കാണണം എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടേണ്ട കാര്യം എന്തായാലും വീട്ടമ്മമാർക്കില്ല എന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പല സീരിയൽസും ഇപ്പോൾ കാണുന്നത് ടീനേജേഴ്സ് തന്നെയാണ്. ഇപ്പം സീരിയലുകളൊക്കെ മാറി തുടങ്ങി. കാരണം മഴവിൽ മനോരമയിൽ തന്നെ ഒരു സീരിയലിൻ്റെ ലിപ് ലോക്ക് സീന് വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം. അപ്പം സീരിയലുകൾ പല രീതിയിലും ഈ ടീനേജേഴ്സിനനുസരിച്ച് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പഴയതുപോലെയല്ല. പക്ഷെ എന്നാലും ഈ വീട്ടമ്മമാരാണ് അധികം കാണുന്നത്. നമ്മൾ യൂട്യൂബ് കമൻസിൽ ടീനേജേഴ്സ് വിളയാടുന്നുണ്ടെങ്കിലും വീട്ടമ്മമാരാണ് ഇതിന് വ്യൂവേഴ്സ് അധികം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, TRP റേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ അമ്മായി അമ്മ സീരിയലിന് തന്നെയായിരിക്കും റേറ്റിംഗ് കൂടുതൽ.